12:30 സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്റ്റേറ്റ് മിഷൻ ടീമും SPM യുടെയൊക്കെ നേതൃത്വത്തിൽ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ ഒരു സമരം പിൻവലിക്കുന്ന തീരുമാനമാകാത്തതുകൊണ്ടും മന്ത്രിയോട് ചർച്ച ചെയ്യണമെന്ന് അവരാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഇത് 2ാം തവണയാണ് അവരുമായിട്ട് ചർച്ച നടത്തുന്നത്. അവര് സമരം ആരംഭിച്ച് 4ാമത്തെ ദിവസം സ്റ്റേറ്റ് മിഷൻ അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിന്റെ ആ ചർച്ചയിലും മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് 15-ാം തീയതി 10 മണിക്ക് എൻ്റെ ഓഫീസിൽ വെച്ച് അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിച്ചത് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളതായിരുന്നു. ആദ്യം 15-ാം തീയതി ഞാൻ നടത്തിയ ചർച്ചയിലും സമരം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ പറഞ്ഞതെല്ലാം വളരെ അനുഭാവപൂർവ്വം കേട്ടു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 1.5 മണിക്കൂറിലധികം 1 മണിക്കൂർ 40 മിനിറ്റ് അത് ഓർക്കാൻ കാരണം 11:30 എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലും കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന അഭ്യർത്ഥനയാണ് അന്നും ഞാൻ അവസാനം പറഞ്ഞത്. അപ്പോൾ അവർ പുറത്തു പോയിട്ട് ആലോചിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പുറത്ത് പ്രഖ്യാപിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്നും ഇക്കാര്യം ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു. അതിൽ ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലേറ്റവും ഒടുവിലായി ഉന്നയിക്കപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഉന്നയിച്ച വിഷയം അതിൽ ഓണറേറിയം നൽകുന്നത് 2 രീതിയിലാണല്ലോ. ഒന്ന്, ഓണറേറിയം സംസ്ഥാനം മാത്രമായിട്ട് നൽകുന്നു. ഇൻസെന്റീവ് കേന്ദ്രവും സംസ്ഥാനവും കൂടി നൽകുന്നു. സംസ്ഥാന സർക്കാർ ആശമാർക്ക് നൽകുന്ന ഓണറേറിയം 7,000 രൂപയാണ്. കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന ഫിക്സ്ഡ് ഇൻസെന്റീവ് 3,000 രൂപയാണ്. ആ ഫിക്സ്ഡ് ഇൻസെന്റീവിൽ 1,600 രൂപ കേന്ദ്രവും 1,400 രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത്. അതുകൂടാതെ ഓരോ സേവനങ്ങൾക്കുമുള്ള ഇൻസെന്റീവും, ഉദാഹരണം പറഞ്ഞാൽ പോളിയോ വാക്സിനേഷൻ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കിയാൽ അത് എൻട്രി ചെയ്യുമ്പോൾ ഒരു ആശയ്ക്ക് ലഭിക്കുന്നത് 75 രൂപയാണ്. അതിലും 60-40%. ഇമ്മ്യൂണൈസേഷൻ സാധാരണ 20 രൂപ. ഇത് കേന്ദ്രമാണ് ഇൻസെന്റീവ് 2006 നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അപ്പോൾ സംഘടനകളെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, ഈ ഓണറേറിയം നൽകുന്നതിനൊരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു. 2017 ഉത്തരവായിരുന്നു അത്. അപ്പോൾ മാനദണ്ഡങ്ങൾ ഇല്ലാതെ 10 മാനദണ്ഡങ്ങളായി അത് പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ ആശ ഫെഡറേഷൻ 6-ാം തീയതി ഒരു വ്യാപക സമരം നടത്തി. 7-ാം തീയതി അവർ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു. 5-ാം തീയതി 6-ാം തീയതിയോ 6-നോ 7-നോ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു. 7-ാം തീയതി SMDയുടെ പ്രൊസീഡിംഗ്സ് ഇറക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ കഴിയുമോ, അത് ഞാൻ നടത്തിയ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മാനദണ്ഡം പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാൻ പറഞ്ഞു. 7-ാം തീയതി തന്നെ SMD പ്രൊസീഡിംഗ്സ് ഇറക്കിയിരുന്നു. ഇവർ 10-ാം തീയതിയാണ് സമരം തുടങ്ങുന്നത്. 14-ാം തീയതിയോ 15-ന് എൻ്റെ അടുത്ത് ഇവർ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഈ ടെക്നിക്കൽ കമ്മിറ്റി ഇക്കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് പ്രപ്പോസൽ നൽകണമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ചർച്ചയിലും ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ആശമാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആവശ്യമുണ്ടായ സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായി. അത് നമ്മൾ നടപ്പിലാക്കി. ആ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ കാലയളവിൽ 2023 ആശമാരുടെ പ്രവർത്തനങ്ങൾ സ്ട്രക്ചേർഡായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഫീൽഡിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് അത് ഇറക്കുകയുണ്ടായി. അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടാകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ആശമാർ 26,125 പേരാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് സമരത്തിലുള്ളത് ഏതാണ്ട്
400 450 ആശമാരാണ് സംസ്ഥാനത്ത് മുഴുവൻ സമരത്തിലുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 2 വർഷം മുൻപ് നമ്മളിതൊരു പരിശോധന നടത്തി. നമ്മുടെ ആശമാർക്ക് കാസ്പ് വഴിയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ടോ പരിശോധിച്ചപ്പോൾ ഈ 26,125 പേരിൽ 13,000 പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് കാണുകയുണ്ടായി. അപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ വിഷയം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചു. ഈ ലിസ്റ്റ് അയക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി, നാഷണൽ ഹെൽത്ത് ഏജൻസി NHAക്ക് ഈ ലിസ്റ്റ് 13,000 പേരുടേതും അയച്ചു കൊടുത്തു. അത് എൻട്രി ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞു. 1.5 വർഷം മുൻപ് നമ്മൾ അയച്ചു കൊടുത്തതാണ്. ഈ സമീപ കാലയളവിലും അത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം കേന്ദ്ര NHAയുമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്ന ഈ ആശയവിനിമയത്തിന് പക്ഷേ നമുക്കൊരു മറുപടി ലഭിച്ചിട്ടില്ല. ആ 13,000 പേരും ഇൻഷുറൻസിൽ ഉൾപ്പെട്ടാൽ സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം 1,600 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ അതിൽ 9% താഴെ 150 കോടിയിൽ താഴെയാണ് കേന്ദ്രം നൽകുന്നത്. പക്ഷെ അത് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആശമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതുകൂടാതെ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു ഒന്ന്. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. അങ്ങനെയുണ്ടോ? ദേശീയ ഗൈഡ് ലൈന് കൂടുതലായി ഏതെങ്കിലും ജോലി സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരു പോപ്പുലേഷൻ സർവേ എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈനിലുള്ളതാണ്, പോപ്പുലേഷൻ സർവേ. പക്ഷെ ആ പോപ്പുലേഷൻ സർവേ പേപ്പറിൽ ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. ഓരോ വീടാനന്തരം പോയി പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയെടുത്ത് കൊണ്ടുവന്ന് അതിനെ ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, ഡിജിറ്റൈസ് ചെയ്ത്. ആ കൃത്യം കോളത്തിൽ എന്താണ് എൻട്രി ചെയ്യുന്നത് അത് മാത്രം ചെയ്താലും മതിയാവും. ഡിജിറ്റൈസ് ചെയ്തു, അത് പേപ്പർ സൂക്ഷിക്കേണ്ട. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പരിശോധിച്ചോളൂ. അങ്ങനെയല്ലേ ദേശീയ ഗൈഡ് ലൈനിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി കേരളത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ആശമാർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, അന്ന് 1ാം വേവിന്റെ സമയത്ത് നമുക്ക് ടോട്ടൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. 2021 ഏപ്രിലാണ് 2ാം വേവ് തുടങ്ങുന്നത്. 2021 നവംബർ മാസം 17-ാം തീയതി 17-11-2021 സ്റ്റേറ്റ് മിഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ, ഒരു പ്രൊസീഡിംഗ്സിൽ അതിന്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. അതിന്റെ അവസാന ഭാഗം 17-11-2021 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ട് നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ്. അതായത് മുഴുവൻ സമയം മറ്റു ജോലികളിൽ പാടില്ല എന്നുള്ളതിന് ഭാഗികമായിട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഇല്ല അങ്ങനെ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇന്നത്തെ ചർച്ചയിൽ സ്റ്റേറ്റിന് പറയാനുള്ളത് ആദ്യമേ തന്നെ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അതിനുശേഷം അവർക്ക് പറയാനുള്ളത് കേട്ടു. അവരുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സദാനന്ദൻ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ പറഞ്ഞതിൽ 2 ആവശ്യങ്ങൾ, അവര് 21,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതും, 2 അവർ എക്സിറ്റ് ആകുമ്പോൾ 5 ലക്ഷം രൂപ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് വേണം എന്നുള്ളതുമാണ് പറഞ്ഞത്. അപ്പോൾ അത് അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായും കേട്ടതിന് ശേഷം ഞാൻ ACS സംസാരിച്ചു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് മിഷനിൽ നിന്ന് സംസാരിച്ചു, SMD സംസാരിച്ചു, SPM ഇടയ്ക്ക് സംസാരിച്ചു. അതിനുശേഷം ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇതിൽ ഇത്രയും
ഏറ്റവും നല്ലൊരു നിലപാടെടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. നമ്മളപ്പോൾ അതിനൊരു പ്രോഗ്രഷൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. 2016 അതിനു മുൻപുള്ള സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ഉൾപ്പെടെ കൊടുത്തു തുടങ്ങുകയും പിന്നീട് 7000 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. സ്ട്രക്ചേർഡായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാസ്പിൽ അവരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. ഇനി കൂട്ടരുതെന്നുള്ള നിലപാടല്ല. നമുക്ക് ഈ വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓണറേറിയം സ്റ്റേറ്റ് നൽകുന്നതാണ്. അതോടൊപ്പം പക്ഷേ ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം. സമരം അവസാനിപ്പിക്കുകയും അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിൽ എന്താണ് സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തു പോകും.